പാടില്ല. നമ്മളിന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള സ്ട്രോബെറി ഫില്ലിങ്ങോട് കൂടിയ ഒരു കേക്കാണ് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ട്രേ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് 3/4 കപ്പിൻ്റെ അളവ് വരുന്ന മെഷറിംഗ് കപ്പിലേക്ക് മൈദ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിനെ പക്കോളം ഫില്ല് ചെയ്ത് എടുക്കണം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഫ്ലോർ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഒരു വിസ്കോ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ടകൾ ഓരോന്നായി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മൈദമാവ് എടുത്ത അതേ കപ്പിന് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള അളവ് കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാറ്റർ നല്ലൊരു ഫ്ലഫി ആയിട്ട് വരണം. അതായത് നമ്മൾ നല്ലൊരു ക്രീം ടെക്സ്ചറിലേക്ക് ആയിട്ട് വരണം. അതുവരേക്കും നമ്മളിതിനെ ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ എഗ്ഗ് ഇപ്പോൾ പതഞ്ഞ് നല്ലപോലെ ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ബീറ്ററിൻ്റെ കുറഞ്ഞ സ്പീഡിലോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഉപയോഗിച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി താഴ്ന്നു പോകും. അതുപോലെ തന്നെ കേക്കിൻ്റെ സ്പോഞ്ചിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവുകയില്ല, ഹൈറ്റും കുറഞ്ഞു പോകും. ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലോർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. 2-3 ബാച്ചുകളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സ്പാച്ചുല ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വളരെ പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ താഴ്ന്നു പോകും. അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിനെ നമ്മൾ നേരത്തെ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ആ ഒരു ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളത് അടുപ്പത്തേക്ക് വെക്കണം. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. നമ്മളതിലേക്ക് ബാറ്റർ ഒഴിച്ച് അതിനുള്ള എയർ ഹോൾസൊക്കെ പോകാനായിട്ട് നമ്മളൊരു ടൂത്ത്പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിനെ നേരെ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ അങ്ങനെ നമ്മൾ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുത്ത് അടച്ചു വയ്ക്കുകയാണ്. ഇതൊരു ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ കേക്കിൻ്റെ സ്മെല്ല് വരുന്ന സമയത്ത് അത് തുറന്ന് നോക്കിയാൽ മതി. നമുക്കിതിൽ കാണാനും പറ്റും. അതുപോലെ നല്ലവണ്ണം നമുക്ക് സ്മെല്ല് വന്ന സമയത്ത് ഒരു 35 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ ടൈമിലാണ് നമ്മളത് തുറന്ന് നോക്കിയത്. പിന്നെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൊന്നും പറ്റി പിടിക്കുന്നില്ല എന്ന് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പുറത്തെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ സ്പഞ്ച് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണെന്നുള്ളത്. ഇനി നമുക്കിതിനെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറീസ് എടുത്ത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് സ്ട്രോബെറീസ് നമുക്ക് ഇതുപോലൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടോ അതിനകത്ത് വെള്ളം മുഴുവൻ നമുക്ക് ഒക്കെയെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം.
ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡ് എടുത്തതിന് ശേഷം ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറീസ് ചെറിയ ചെറിയ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ട്രോബെറീസ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബോൾ എടുത്തിട്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ബീറ്ററിൻ്റെ സ്പീഡ് ഏറ്റവും കുറവിൽ വെച്ചിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ക്രീമിൻ്റെ സ്ട്രക്ചറുകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്ട്രക്ചറിലേക്ക് നമ്മുടെ ക്രീം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഒന്ന് തൂത്തിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കണം. ഇനി അങ്ങോട്ടേക്ക് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളത് കറക്റ്റ് ഫോമിലായിട്ടുണ്ടോ എന്ന് നോക്കി വേണം ബീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഓവർ ബീറ്റായി തിരിച്ച് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രീം അതിൻ്റെ കറക്റ്റ് പാകത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രം എടുത്ത് ചെരിച്ച് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമഴ്ത്തി പിടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ക്രീം താഴേക്ക് എന്താ പറയുക ഒഴുകി ഇറങ്ങി വരാതെ അതിൽ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ആ ഒരു പരുവാണ് നമ്മുടെ ക്രീമിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് തണുത്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചോക്ലേറ്റിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിന് കുറച്ചും കൂടി ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടണമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്ന് നമ്മൾ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീമിലേക്ക് കുറച്ച് നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ സ്ട്രോബെറിയും കൂടെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്കിൻ്റെ സെറ്റിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്പോഞ്ച് എടുത്ത് അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തൂത്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് അതിനെ നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സ്ട്രോബെറി ഫില്ലിംഗ് ആയിട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനൊന്ന് നന്നായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് അടുത്ത ലെയറും കൂടി സ്പോഞ്ച് വെച്ച് കൊടുക്കാം. അത് നല്ലപോലെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം എല്ലായിടും ഒരുപോലെ ഫില്ല് ചെയ്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോബെറി കട്ട് ചെയ്ത പീസുകൾ അതിനെ നമുക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ 3ാമത്തെ ലെയർ അത് ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് തെന്നി നീങ്ങി പോവാതെ അതിലേക്ക് തന്നെ ജോയിൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റിൻ്റെ ഗനാഷാണ്. നമ്മൾ ചോക്ലേറ്റ് സിറപ്പെന്ന് പറയുന്നതിനിടയിൽ ബൈ മിസ്റ്റേക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം കൂടെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഈ കേക്കിനെ ക്രീം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ എടുക്കാം. ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ അതിലേക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ആദ്യം തയ്യാറാക്കിയതിലും കുറച്ചും കൂടി ചോക്ലേറ്റിൻ്റെ അളവ് കൂടുതൽ എടുത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമ്മളതിൻ്റെ ഫൈനൽ കോട്ടിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി അധികമായിട്ട് ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നമ്മുടെ കേക്കിലേക്ക് ഫൈനൽ കോട്ടിങ്ങിനായിട്ട് എടുക്കാം.
വിപ്പിംഗ് ക്രീം നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് അതിനൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു നോസിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ഉപയോഗിച്ച് കേക്കിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു സ്പാച്ചുല ഉപയോഗിച്ച് കേക്കിൻ്റെ ടോപ്പ് പോർഷൻ തുടങ്ങിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. ഇനി നമുക്കതിൻ്റെ ടോപ്പിൻ്റെ എഡ്ജ് ഭാഗങ്ങളും കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മുടെ കേക്ക് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്ത് ഫൈനലായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ട് നമ്മളതിൻ്റെ ബാക്കി പോർഷനും കൂടി കാണിച്ചു തരാം. ഇനി നമ്മൾ അതിൻ്റെ ഡെക്കറേഷൻസ് കൂടി ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഒരു 5 ഫ്ലവേഴ്സ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രോബെറീസിൻ്റെ മുകളിലേക്ക് എഡിബിളായിട്ടുള്ള ഗ്ലിറ്റർ കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിനെയും സൈഡിൽ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയും കൂടെ കാണാം. നമ്മൾ കേക്കിൻ്റെ സൈഡുകളിൽ കൂടി നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ 2 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ഹാഫ് പീസായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പിലും സൈഡിലും ഒക്കെ നമ്മൾ സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം.